യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുപ്പിന് 9 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു വെല്ലുവിളി നടത്താനുള്ള ധൈര്യം ഉണ്ടാവുന്നത് എന്നാണ്. കാരണം ഈ 15ാം നിയമസഭയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അഡ്ജർമെൻറ്റ് മോഷൻസ് ചർച്ച ചെയ്ത ഒരു നിയമസഭയായിരുന്നു ഇതെന്നുള്ളതാണ്. 37-38 മൊത്തം സഭയിൽ എടുത്തിരിക്കുന്ന സഭയുടെ ചരിത്രത്തിലെ മൊത്തം അഡ്ജർമെൻറ്റ് മോഷൻസിൽ, അടിയന്തര പ്രമേയങ്ങളിൽ 1/3 കൂടുതൽ ചർച്ച ചെയ്തത് ഈ കഴിഞ്ഞ കാലത്താണ്. എൻ്റെ കയ്യിലൊരു കണക്കുണ്ട്. മൊത്തം സഭ സമ്മേളിച്ചതിൻ്റെ 13% മണിക്കൂറുകൾ ചെലവഴിച്ചത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനാണ്. ഈ 15ാം നിയമസഭ 107 മണിക്കൂർ 51 മിനിറ്റാണ് വിവിധ അടിയന്തര പ്രമേയങ്ങളുടെ അവതരണത്തിനും അതിന് മറുപടി നൽകാനുമായി ഈ സഭ ചെലവഴിച്ചത്. 51 മണിക്കൂറും 11 മിനിറ്റുമാണ് സഭയിൽ അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തത്. സർവകാല റെക്കോർഡാണ് UDF-ൻ്റെയും LDF-ൻ്റെയും ചരിത്രത്തിൽ. എന്നിട്ട് ഏറ്റവും ഒടുവിലത്തെ സെഷൻ വരുമ്പോൾ ഒരൊറ്റ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും കൊടുത്തില്ല പ്രതിപക്ഷം. എന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയാണ്, ഞാനൊരു സംവാദത്തിന് തയ്യാറാണ്. ഇപ്പോൾ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള സംവാദമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവിടെയാണ് അതിനകത്തെ കൗതുകം. എണ്ണമിട്ടു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ വികസന നേട്ടങ്ങൾ 37-38 വികസനം നേട്ടങ്ങൾ എണ്ണി പറയുന്നു. ഇതിലെന്തുണ്ട് പറയാൻ എന്നുള്ളതാണ് ചോദ്യം. ഈ നിമിഷം വരെയും ഈ പറഞ്ഞ വികസന നേട്ടങ്ങളിൽ ഒരു വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തൻ്റെ മറുവാദം ഉയർത്തിയിട്ടില്ല. ഇന്ന് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ 2 പോസ്റ്റുകൾ കൂടി ഇട്ടിരിക്കുന്നു. അതിനുള്ള മറുപടിയും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.